Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Okay, നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ലെറ്റർ ടു ദ എഡിറ്റേഴ്സ് ഇൻ ലോക്കൽ ന്യൂസ് പേപ്പർ അവിടെ വരെയല്ലേ എടുത്തു നിർത്തിയത്? വായിച്ചു നോക്കിയോ? ക്ലിയർ ആണോ? ഓക്കെ, ശരി. അപ്പൊ നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാണേ. ഓൾറെഡി ക്ലിയർ ആണെന്നുള്ളത് കൊണ്ടാണ് പിന്നെ ഒന്നും പറയുന്നില്ല കേട്ടോ. അപ്പൊ ക്വാളിറ്റീസ് ഓഫ് എ പബ്ലിക് റിലേഷൻ ഓഫീസർ. ഒരു പബ്ലിക് റിലേഷൻ ഓഫീസറുടെ ക്വാളിറ്റീസ് ആണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പൊ പബ്ലിക് റിലേഷൻ ഓഫീസറിന് വേണ്ട കുറച്ച് ക്വാളിറ്റീസ് പറയുന്നുണ്ട്. ഇത് ഇൻക്ലൂഡഡ് ആയത് ഏത് എന്ന രീതിയിലൊക്കെ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ പബ്ലിക് റിലേഷൻ ഓഫീസറിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ അവർക്ക് വേണ്ട കുറച്ച് സവിശേഷതകളാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് വൺ ആണ് ആംപിൾ കോമൺ സെൻസ്. എന്താണ്? ഒരു മതിയായിട്ടുള്ള ഒരു സാമാന്യ ബുദ്ധി വേണം അല്ലെ? എല്ലാ കാര്യങ്ങളും ഒക്കെ കണ്ടറിഞ്ഞ് ചെയ്യാനായിട്ടുള്ളൊരു ആംപിൾ കോമൺ സെൻസ് അല്ലെങ്കിൽ സാമാന്യ ബുദ്ധി ഉണ്ടായിരിക്കണം. രണ്ടാമത്തത് ഫസ്റ്റ് ക്ലാസ് ഓർഗനൈസിങ് കപ്പാസിറ്റി. എല്ലാ കാര്യങ്ങളും നല്ല ഒന്നാന്തരമായിട്ട് ഓർഗനൈസ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. മൂന്നാമത്തത് ഗുഡ് ജഡ്ജ്മെന്റ് ആൻഡ് ഒബ്ജക്ടിവിറ്റി. എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ജഡ്ജ് ചെയ്യാനും നല്ല രീതിയിൽ അല്ലെങ്കിൽ നല്ല ലക്ഷ്യബോധത്തോടു കൂടി തന്നെ നല്ല വസ്തുനിഷ്ഠതയോടുകൂടി എന്താണ് ചെയ്തു തീർക്കാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. അതുപോലെ എബിലിറ്റി ടു ഇമാജിൻ ആൻഡ് ടു അപ്രിഷിയേറ്റ്. എന്താണ്? പല കാര്യങ്ങളും സങ്കല്പിക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും അതോടൊപ്പം ആൻഡ് ടു അപ്രീഷിയേറ്റ് നല്ല നല്ല കാര്യങ്ങൾ കണ്ടാല് അതിനെ അഭിനന്ദിക്കാനുമുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. ദെൻ അൾട്ടിമേറ്റ്ലി കപ്പാസിറ്റി ഫോർ ടേക്കിംഗ് പെയിൻ. എന്താണ്? ഇപ്പൊ ഈ ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർ എന്ന് പറയുമ്പോൾ അവർ പ്രവർത്തിക്കുന്ന സമയത്ത് അവർക്കെതിരെ ഒരുപാട് മെന്റലി അവരെ വളരെ ഡൗൺ ആക്കുന്ന രീതിയിലുള്ള പല പല പ്രോബ്ലംസും അലിഗേഷൻസും ഒക്കെ അവർ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം അല്ലെ? അപ്പൊ അത്തരത്തിലുള്ള സിറ്റുവേഷൻ ഒക്കെ വരുമ്പോൾ അവർ തളർന്നു പോവാതെ അതിനെയൊക്കെ കൈകാര്യം ചെയ്ത് നല്ല രീതിയിൽ ആ ഒരു വേദനയ്ക്ക് സഹിക്കാനും ക്ഷമിക്കാനും അതിനൊക്കെ ഉള്ളൊരു പരിധി ഇല്ലാത്തൊരു ശേഷി ആർക്കുണ്ടായിരിക്കണം? ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ റെഡിനെസ് ടു വർക്ക് ഫോർ ലോങ് അവേഴ്സ്. ദീർഘനേരം ജോലി ചെയ്യാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. അല്ലാതെ കുറച്ച് സമയം എന്റെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞു ഇനി ഞാൻ ചെയ്യില്ല, അങ്ങനെയല്ല. ദീർഘനേരം വർക്ക് ചെയ്യാനായിട്ട് ആ സ്ഥാപനത്തിന്റെ ആവശ്യകതയ്ക്ക് അനുസരിച്ച് ദീർഘനേരം വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സന്നദ്ധത അല്ലെങ്കിൽ ഒരു റെഡിനെസ് ഉണ്ടായിരിക്കണം. Then be realistic and sense of humor. എപ്പോഴും വളരെ റിയലിസ്റ്റിക് ആയിരിക്കണം. യഥാർത്ഥ്യബോധവും അതുപോലെ നല്ലൊരു നർമ്മബോധവും ഉള്ള ഒരു വ്യക്തിയായിരിക്കണം പബ്ലിക് റിലേഷൻ ഓഫീസർ. ആൻഡ് കപ്പാസിറ്റി ടു റൈറ്റ് ആൻഡ് സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലൂവൻലി. നല്ല രീതിയിൽ തന്നെ ഇംഗ്ലീഷ് ആണെങ്കിലും സംസാരിക്കാനും എഴുതാനും സംസാരിക്കാനും ഒക്കെ ഉള്ള ഒരു ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കാനും എഴുതാനും ഉള്ള ഒരു കഴിവ് വേണം. നൈസ് വോയിസ് ആൻഡ് എബിലിറ്റി ടു സ്പീക്ക് ഇൻ പബ്ലിക്. നല്ലൊരു ശബ്ദവും അതുപോലെ തന്നെ പബ്ലിക്കിന്റെ ഇടയിൽ നല്ല രീതിയിൽ സംസാരിക്കാനുള്ള ഒരു കഴിവ് വേണം. ആൻഡ് ക്രിയേറ്റീവ് ഇൻ ഐഡിയാസ്. പല പല ക്രിയാത്മകമായ ആശയങ്ങൾ രൂപപ്പെടുത്താനുള്ള ഒരു കഴിവ് വേണം. ബേസിക് അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദി പ്രൊഫഷൻ. അവർ ചെയ്യുന്ന തൊഴിൽ എന്താണോ ആ തൊഴിലിനെ കുറിച്ചുള്ള ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കണം. ഇമേജ് ബിൽഡിംഗ് എബിലിറ്റീസ്. ആ ഒരു സ്ഥാപനത്തിന്റെ പ്രതിച്ഛായ നിലനിർത്തുന്നതിനും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. ഇന്റലിജൻസ്, ആന്റിസിപ്പേഷൻ, റിസൾട്ട് ഓറിയന്റഡ് അപ്രോച്ച്. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഒരു ഇന്റലിജൻസ് അല്ലെങ്കിൽ ബുദ്ധി വേണം. ആന്റിസിപ്പേഷൻ, ഓരോ കാര്യങ്ങളും മുൻകൂട്ടി അറിയാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനുമുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. ആൻഡ് റിസൾട്ട് ഓറിയന്റഡ് അപ്രോച്ച്. ഒരു ഫലത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു സമീപനവുമായിരിക്കണം വേണ്ടത്. മീഡിയ സ്പെഷ്യലൈസേഷൻസ്. നമ്മുടെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട കമ്മ്യൂണിക്കേഷൻസും കാര്യങ്ങളും ഒക്കെ നല്ല രീതിയിൽ സുഗമമാക്കാനും വേണ്ടിയിട്ട് മീഡിയാസുമായിട്ട് നല്ലൊരു ബന്ധം സൂക്ഷിക്കേണ്ട ഒരു വ്യക്തിയായിരിക്കണം. ആൻഡ് എഡിറ്റോറിയൽ എക്സ്പെർട്ടൈസ്. എന്താണ്? പുതിയ പുതിയ കാര്യങ്ങൾ എഴുതാനും അത് എഡിറ്റ് ചെയ്യാനും ഒക്കെയുള്ള ഒരു കഴിവ് കൂടി ഈ ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ ഇത് ഇത്രയും എന്താണ് ഒരു ക്വാളിറ്റി ഓഫ് എ പബ്ലിക് റിലേഷൻ ഓഫീസർ. ഒരു പബ്ലിക് റിലേഷൻ ഓഫീസറുടെ
ക്വാളിറ്റിയിൽ പറയുന്ന കാര്യമാണ്. ഒന്നാമത്തെ പോയിന്റ് എന്താ പറഞ്ഞേ, ഒരു ആംപിൾ കോമൺ സെൻസ്, ഒരു മതിയായിട്ടുള്ള ഒരു സാമാന്യ ബുദ്ധി അവർക്കുണ്ടായിരിക്കണം. രണ്ടാമത് ഫസ്റ്റ് ക്ലാസ് ഓർഗനൈസിംഗ് കപ്പാസിറ്റി, എല്ലാ കാര്യങ്ങളും നല്ല ഒന്നാന്തരമായിട്ട് സംഘടിപ്പിക്കാനുള്ള ഒരു സംഘടനാ ശേഷി ഉണ്ടായിരിക്കണം. മൂന്നാമത്തത് ഗുഡ് ജഡ്ജ്മെന്റ് ആൻഡ് ഒബ്ജക്ടിവിറ്റി, നല്ല രീതിയിൽ നല്ല ലക്ഷ്യബോധത്തോടു കൂടിയും നല്ല വസ്തുനിഷ്ഠതയും ഉണ്ടായിരിക്കണം. അതുപോലെ എബിലിറ്റി ടു ഇമാജിൻ ആൻഡ് ടു അപ്രീഷിയേറ്റ്, പല കാര്യങ്ങളും സങ്കല്പിക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും, അതുപോലെ തന്നെ ആൻഡ് ടു അപ്രീഷിയേറ്റ്, പല നല്ല കാര്യങ്ങൾ കണ്ടാലും അതിനെ അഭിനന്ദിക്കാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. അൺലിമിറ്റഡ് കപ്പാസിറ്റി ഫോർ ടേക്കിംഗ് പെയിൻ, പല പല ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒക്കെ ഇവരുടെ ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് ഇവർ ഫേസ് ചെയ്യേണ്ടി വന്നാലും അത്തരത്തിലുള്ള പെയിൻ എല്ലാം എന്താണ് സഹിക്കാനും അത് ഒരു പരിധിയില്ലാത്തൊരു ശേഷി ഇവർക്കുണ്ടായിരിക്കണം. ആൻഡ് റെഡിനെസ് ടു വർക്ക് ഫോർ ലോങ് അവേഴ്സ്, ദീർഘനേരം വർക്ക് ചെയ്യാനുള്ള ഒരു സന്നദ്ധത ഉണ്ടായിരിക്കണം. ബി റിയലിസ്റ്റിക് ആൻഡ് സെൻസ് ഓഫ് ഹ്യൂമർ, യഥാർത്ഥബോധവും നല്ലൊരു നർമ്മബോധവും ഉണ്ടായിരിക്കണം. ആൻഡ് കപ്പാസിറ്റി ടു റൈറ്റ് ആൻഡ് സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലുവൽ, ഇംഗ്ലീഷ് നല്ല രീതിയിൽ എഴുതാനും ഫ്ലുവന്റ് ആയിട്ട് തന്നെ എഴുതാനും സംസാരിക്കാനുമുള്ള കഴിവുണ്ടായിരിക്കണം. ഒരു നല്ല വോയിസ് ഉണ്ടായിരിക്കണം. അതുപോലെ പബ്ലിക്കിനിടയിൽ സ്പീക്ക് ചെയ്യാനും നല്ല രീതിയിൽ സംസാരിക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. ക്രിയേറ്റിംഗ് ഐഡിയാസ്, അല്ലെങ്കിൽ ആശയങ്ങളൊക്കെ ക്രിയാത്മകമായ രീതിയിൽ അവതരിപ്പിക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. ബേസിക് അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദ പ്രൊഫഷൻ, അവർ ചെയ്യുന്ന തൊഴിലിനെ കുറിച്ചൊരു അടിസ്ഥാനപരമായ ധാരണ ഉണ്ടായിരിക്കണം. ഇമേജ് ബിൽഡിംഗ് എബിലിറ്റി, നല്ല രീതിയിൽ ആ ഒരു ഹോസ്പിറ്റലിന്റെ ഇമേജസ് ബിൽഡ് ചെയ്യാൻ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഹോസ്പിറ്റലിന്റെ മുഖച്ഛായ അല്ലെങ്കിൽ ആ ഒരു ഇമേജ് ബിൽഡ് ചെയ്തെടുക്കാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. അതുപോലെ നല്ലൊരു ഇന്റലിജൻസ്, ബുദ്ധിയും ആന്റിസിപ്പേഷൻ, പല കാര്യങ്ങളും മുൻകൂട്ടി കാണാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനുമുള്ള കഴിവ്. ആൻഡ് റിസൾട്ട് ഓറിയന്റഡ് അപ്രോച്ച്, എപ്പോഴും ഒരു ഫലത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു സമീപനമായിരിക്കണം കാഴ്ചവെക്കേണ്ടത്. അതുപോലെ മീഡിയാസുമായിട്ട് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. എഡിറ്റോറിയൽ എക്സ്പെർട്ടൈസ്, പുതിയ പുതിയ പബ്ലിഷ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളെ കുറിച്ചും അത് കൃത്യമായിട്ട് എഡിറ്റ് ചെയ്യാനും അത് എഴുതാനും അത് എഡിറ്റ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു കഴിവ് കൂടി ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർക്ക് ഉണ്ടായിരിക്കണം. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. ആന്റിസിപ്പേറ്റ് ചെയ്യാന്ന് പറഞ്ഞാല് മുൻകരുതൽ, അല്ലെങ്കിൽ നമുക്ക് മുൻകൂട്ടി കാണാനുള്ള ഒരു കഴിവ് എന്നാണ് അതിന്റെ അർത്ഥം കേട്ടോ. വേഗം ഒന്ന് ക്വാളിറ്റീസ് വായിച്ചു നോക്കണേ. പ്രെഡിക്ഷൻ തന്നെ നമ്മൾ മുൻകൂട്ടി കാണാൻ നമ്മൾ പറയില്ലേ, മുൻകൂട്ടി കാണുക അല്ലെങ്കിൽ എന്താണ് മുൻകൈ എടുത്ത്, എന്താണ് മുൻകൂട്ടി കാണുക അല്ലെങ്കിൽ മുൻകരുതൽ എടുക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത് തന്നെയാണ് ആ ഒരു അർത്ഥം തന്നെയാണ് ഇവിടെയും വരുന്നത് കേട്ടോ. അപ്പൊ ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും മുൻകൂട്ടി കണ്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർ. വായിച്ച് ചെയ്യുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണേ. വായിച്ചു. ഓക്കെ, ക്ലിയർ അല്ലേ? ചോദിക്കാറുണ്ട് കേട്ടോ ക്വാളിറ്റീസ് ഇൻക്ലൂഡഡ് ആയ രീതിയിൽ ക്വസ്റ്റ്യൻ വരാറുണ്ടേ. ഓക്കെ, നെക്സ്റ്റ് ആണ് റോൾ ഓഫ് PR ഓഫീസർ. ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർ ചെയ്യേണ്ട റോളുകളാണ് കേട്ടോ പറയുന്നത്. ഒരു 4 റോളാണ് നമ്മൾ പഠിക്കാനുള്ളത്. അഡ്വക്കേറ്റ്, കമ്മ്യൂണിക്കേറ്റർ, പ്രോബ്ലം സോൾവർ ആൻഡ് ഒപ്പീനിയൻ മാസ്റ്റർ. ഈ 4 റോളുകളും ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർ കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പൊ അതില് ആ റോൾസ് ഏതൊക്കെയാണ്, അതിന്റെ ഹെഡിങ്സ് നിങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹെഡിങ്സ് എന്തായാലും നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം കേട്ടോ. അഡ്വക്കേറ്റ്, കമ്മ്യൂണിക്കേറ്റർ, പ്രോബ്ലം സോൾവർ, അതുപോലെ ഒപ്പീനിയൻ മാസ്റ്റർ. ഇവിടെ ഒരു അഡ്വക്കേറ്റ് എന്ന നിലയിൽ അവർ എന്ത് ചെയ്യുന്നു, കമ്മ്യൂണിക്കേറ്റർ എന്ന നിലയിൽ എന്ത് ചെയ്യുന്നു, പ്രോബ്ലം സോൾവർ എന്ന നിലയിൽ അവർ എന്തൊക്കെ ചെയ്യുന്നു, ഒപ്പീനിയൻ മാസ്റ്റർ എന്ന നിലയിൽ എന്താണ് അവരുടെ റോള്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിനുള്ളിൽ പറയുന്നുണ്ട്. കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അതൊന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാലും മതി. ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എഴുതാൻ അറിഞ്ഞിരിക്കണം. ഒരു അഡ്വക്കേറ്റ് എന്ന നിലയിലാണ് ഈ ഒരു ജോലി ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേറ്റർ എന്ന നിലയിൽ അവർ റോൾ ചെയ്യുന്നുണ്ട്, പ്രോബ്ലം സോൾവർ എന്ന നിലയിൽ റോൾ ചെയ്യുന്നുണ്ട്, ഒപ്പീനിയൻ മാസ്റ്റർ എന്ന നിലയിലും ചെയ്യുന്നുണ്ട്.
ഇവിടെ ഫസ്റ്റ് റോളാണ് നമ്മൾ നോക്കുന്നത്. ഒരു അഡ്വക്കേറ്റ് എന്ന നിലയിൽ ഒരു റോള് ഒരു PR ഓഫീസർ ചെയ്യുന്നുണ്ട്. ഒരു അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അവരുടെ ജോലി? ഒരു അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ജോലി? ഒരു അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അവരുടെ ജോലി? വാദിക്കുക അല്ലെ? ആർക്ക് വേണ്ടിയിട്ട് വാദിക്കും? ആർക്ക് വേണ്ടിയിട്ടാ വാദിക്കുന്നേ? മറ്റുള്ളവർക്ക് വേണ്ടിയല്ലേ? മറ്റുള്ളവരല്ലല്ലോ. അവരുടെ ക്ലയൻസിന് വേണ്ടിയിട്ട് അല്ലെ? അവരുടെ ക്ലയൻസിന് വേണ്ടി അവർ മാക്സിമം വാദിക്കും. ശരിയല്ലേ? ആ ക്ലയന്റ് നല്ലവരാവണം അല്ലെങ്കിൽ മോശക്കാരാവണം എന്നൊന്നുമില്ല അല്ലെ? അവരുടെ ക്ലയൻസ് ആരാണോ അവർക്ക് വേണ്ടി പരമാവധി വാദിക്കുക, അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നതാണ് ഒരു അഡ്വക്കേറ്റ് ചെയ്യുന്ന കാര്യം അല്ലെ? അപ്പൊ ഇവിടെ ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർ, ഇവിടെ ഒരു അഡ്വക്കേറ്റ് എന്ന നിലയിൽ ആർക്ക് വേണ്ടിയായിരിക്കും വാദിക്കുക? ആർക്ക് വേണ്ടിയായിരിക്കും? പബ്ലിക്കിന് വേണ്ടിയിട്ടോ? ഈ വ്യക്തി എവിടെയാ ജോലി ചെയ്യുന്നേ? ഹോസ്പിറ്റൽ അല്ലെ? അവര് ഏത് ഹോസ്പിറ്റലിലാണോ അവര് ജോലി ചെയ്യുന്നത് ആ ഹോസ്പിറ്റലിന് വേണ്ടിയിട്ടുള്ള ഒരു അഡ്വക്കേറ്റ് എന്ന നിലയിലല്ലേ അവര് പ്രവർത്തിക്കുക അല്ലെ? അവരെപ്പോഴും ഹോസ്പിറ്റലിനെ കുറിച്ച് അല്ലെങ്കിൽ ഹോസ്പിറ്റലിന് വേണ്ടി മറ്റുള്ളവരോട് വാദിക്കുന്ന വ്യക്തിയായിരിക്കും അല്ലെ? അപ്പൊ എപ്പോഴും ഒരു അഡ്വക്കേറ്റ് എന്താണോ ചെയ്യുന്നത് അതുപോലെ തന്നെ ഒരു അഡ്വക്കേറ്റ് എങ്ങനെയാണോ അതുപോലെ തന്നെ ഹോസ്പിറ്റലിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നു, നിയമപരമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇവർ പാലിക്കേണ്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ അവർ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ട്. അങ്ങനെ ഒരു അഡ്വക്കേറ്റ് ചെയ്യുന്ന അതേ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ആ ഒരു സ്ഥാപനത്തിന് വേണ്ടി നടത്തുന്നത് ഇദ്ദേഹം ഒരു റോള് വഹിക്കുന്നുണ്ട്. അപ്പോ അഡ്വക്കേറ്റ് എന്ന നിലയിൽ the public relation manager is the chief advocate for the company. ആ ഒരു കമ്പനി അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിന് വേണ്ടിയിട്ടുള്ള ഒരു ചീഫ് അഡ്വക്കേറ്റ് എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം ഒരു പബ്ലിക് റിലേഷൻ മാനേജർ എന്ന് പറയുന്നത്. He has to concentrate all energy on building an organization. ആ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയുള്ള മുഴുവൻ എനർജിയും ആരിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു? ഈ ഒരു വ്യക്തിയിൽ തന്നെ കേന്ദ്രീകരിച്ചിരിക്കുന്നു. And he is the spokesperson for the management. ഇവർ ആ ഒരു മാനേജ്മെന്റ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന്റെ മാനേജ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു വക്താവ് അല്ലെങ്കിൽ പ്രതിനിധികളായിട്ട് നിന്ന് പ്രവർത്തിക്കേണ്ടവരും അതുപോലെ മറ്റുള്ളവരോട് ഈ ഒരു സ്ഥാപനത്തെ മികച്ചതാക്കുന്നതിന് വേണ്ടി വാദിക്കേണ്ടവരും അതോടൊപ്പം തന്നെ ആ ഒരു സ്ഥാപനത്തിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ നിയമപരമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകേണ്ടവരും അതുപോലെ അവർ കൃത്യമായിട്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടവരും ഈ ഒരു അഡ്വക്കേറ്റ് എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു പബ്ലിക് റിലേഷൻ മാനേജർ ചെയ്യേണ്ട കാര്യമാണ്. ക്ലിയർ ആയോ? ആ ഒരു റോള് ക്ലിയർ ആയോ? അപ്പൊ ഒരു അഡ്വക്കേറ്റ് എന്ന നിലയിൽ ഒരു അഡ്വക്കേറ്റ് എങ്ങനെയാണോ അതുപോലെ തന്നെ ആ ഒരു ഓർഗനൈസേഷന്റെ ചീഫ് അഡ്വക്കേറ്റ് എന്ന നിലയിൽ ഒരു പബ്ലിക് റിലേഷൻ മാനേജർ പ്രവർത്തിക്കേണ്ടതാണ്. അവരെന്ത് ചെയ്യുന്നു? ആ ഒരു സ്ഥാപനം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ തരത്തിലുള്ള മുഴുവൻ എനർജിയും ഈ ഒരു വ്യക്തിയിൽ തന്നെ കേന്ദ്രീകരിച്ചിരിക്കുന്നു. അവരാണ് ദ സ്പോക്സ് പേഴ്സൺ ഫോർ ദ മാനേജ്മെന്റ്. ഈ ഒരു മാനേജ്മെന്റിന് വേണ്ടിയിട്ട് മറ്റുള്ളവരോട് വാദിക്കാൻ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വക്താവ് അല്ലെങ്കിൽ ഒരു റെപ്രസെന്റേറ്റീവ് എന്ന നിലയിൽ പ്രവർത്തിക്കേണ്ട ഒരു വ്യക്തിയും ആവശ്യമായ നല്ല നിയമപരമായ നിർദ്ദേശങ്ങൾ നൽകേണ്ട വ്യക്തിയും അവർ കൃത്യമായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിച്ചുവെന്ന് ഉറപ്പുവരുത്തേണ്ട വ്യക്തിയും അതുപോലെ തന്നെ പബ്ലിക്കിനിടയിൽ സ്ഥാപനത്തെ നല്ല രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാനുള്ള എല്ലാ തരത്തിലുമുള്ള പ്രവർത്തനങ്ങൾ ചെയ്യേണ്ട ഒരു വ്യക്തിയും ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർ ആണ്. അതിൽ ഒന്നാമത്തെ റോളാണ് അഡ്വക്കേറ്റ് എന്ന നിലയിലുള്ളത്. അതൊന്ന് വേഗം വായിച്ചു നോക്കാം കേട്ടോ. അതിനുശേഷം അങ്ങനെ ഓരോന്നും നമുക്ക് ഒന്ന് ക്ലിയർ ആയിട്ട് പോവാം. വായിച്ചു. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് രണ്ടാമത്തതാണ് കമ്മ്യൂണിക്കേറ്റ്. ഒരു ആശയവിനിമയം നടത്തുന്ന വ്യക്തി എന്ന നിലയിൽ നല്ലൊരു കമ്മ്യൂണിക്കേറ്റ് എന്നൊരു റോള് ഈ ഒരു PR ഓഫീസർ ചെയ്യുന്നുണ്ട്. The public relation manager crafts communication policies and supervises the development of all statement and news releases for the company,
Sociology, psychology, and good journalism are essential talents. Communication have to be clear, brief, and relevant to the audience. നമ്മൾ എപ്പോഴും പറഞ്ഞിരുന്നു, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അതിന്റെ ക്വാളിറ്റിയിൽ പറഞ്ഞില്ലേ, ഒരു എഡിറ്റോറിയൽ എക്സ്പെർട്ടൈസ് ആയിരിക്കണം അല്ലെ. ഈ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തു പോകുന്ന ഏതൊരു സ്റ്റേറ്റ്മെന്റ് കേട്ടോ, അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തു പോകുന്ന നമ്മുടെ കമ്മ്യൂണിക്കേഷൻസ്, ഹോസ്പിറ്റലുകാരെ പബ്ലിക്കുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്താറുണ്ട് അല്ലെ, പല പല മീഡിയാസിലൂടെ അല്ലെ. അഡ്വർടൈസ്മെന്റ് എന്ന നിലയിൽ പോവാറുണ്ട്, ഡയറക്റ്റ് അഡ്വർടൈസ്മെന്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ അഡ്വർടൈസ്മെന്റ് എന്ന രീതിയിലും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇൻഫർമേഷൻസ് പബ്ലിക്കിലേക്ക് പോവാറുണ്ട് ഉണ്ടല്ലോ. അപ്പൊ അത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസ് നടത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ട പോളിസികളായിക്കോട്ടെ, അതുമായി ബന്ധപ്പെട്ട സൂപ്പർവൈസേഷൻസും കാര്യങ്ങളൊക്കെ നയിക്കേണ്ടത് ഈ ഒരു പബ്ലിക് റിലേഷൻ മാനേജർ ആണ്. ഇദ്ദേഹമാണ് പുതിയ പുതിയ ന്യൂസ് റിലീസുകൾ, ഈ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ന്യൂസ് റിലീസുകൾ ഉണ്ടാവുകയാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റുകൾ പുറത്തേക്ക് പോവുകയാണെങ്കിലോ അതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നിയന്ത്രിക്കേണ്ടതും അത് ഈ ഒരു സ്ഥാപനത്തിന് പ്രയോജനകരമായിട്ടുള്ള രീതിയിലാകും എന്ന് ഉറപ്പുവരുത്തേണ്ടതും ഒരു പബ്ലിക് റിലേഷൻ മാനേജറുടെ ഡ്യൂട്ടിയാണ്. അല്ലാതെ ഇത് പുറത്ത് പോയി കഴിഞ്ഞിട്ട് നിങ്ങൾ കണ്ടു കാണുക എന്തെങ്കിലുമൊക്കെ അലിഗേഷൻസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതിന് പ്രസ് മീറ്റ് ഒക്കെ വയ്ക്കും, കണ്ടിട്ടുണ്ടോ അത്? എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലൊക്കെ അതുമായി ബന്ധപ്പെട്ട മീറ്റിങ്ങുകളൊക്കെ അറേഞ്ച് ചെയ്യാറുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പൊ അതില് ഇത്തരത്തിലെങ്കിലും സംസാരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളും കാര്യങ്ങളൊക്കെ എപ്പോഴും ആ സ്ഥാപനത്തിന് പ്രയോജനകരമാവുന്ന രീതിയിലായിരിക്കണം അല്ലെ. ആ സ്ഥാപനത്തിന് പ്രയോജനകരമാവുന്ന രീതിയിലായിരിക്കണം. സോ അത്തരത്തില് ആ ഒരു സ്ഥാപനത്തിന്റെ ഇമേജിനെ യാതൊരുവിധ കോട്ടവും തട്ടാത്ത രീതിയിൽ വരുന്ന സ്റ്റേറ്റ്മെന്റുകൾ അല്ലെങ്കിൽ പറയുന്ന സ്റ്റേറ്റ്മെന്റുകൾ അത്തരത്തിലുള്ളവയായിരിക്കണം. അല്ലെങ്കിൽ പുറത്തോട്ട് പോകുന്ന ഏതൊരു മെസ്സേജും ഒരിക്കലും ഈ സ്ഥാപനത്തിനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അല്ലെങ്കിൽ മോശമാകുന്ന രീതിയിലാവരുത്. അതുപോലെ പുതിയ പുതിയ ന്യൂസ് റിലീസുകൾ ആയിക്കോട്ടെ, അങ്ങനെയുള്ള എന്തും ഈ ഒരു സ്ഥാപനത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് ഈ ഒരു പബ്ലിക് റിലേഷൻ മാനേജർ കൃത്യമായിട്ട് നിയന്ത്രിച്ച് അത് പരിശോധിച്ച് നിയന്ത്രിച്ച് ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ അത് പുറത്തേക്ക് റിലീസ് ചെയ്യാൻ പാടുള്ളൂ. അതല്ല എങ്കിൽ ഈ ഒരു സ്ഥാപനത്തിന് ചിലപ്പോൾ ചെറിയൊരു കാരണങ്ങൾ കൊണ്ടുവരെ അതിന്റെ ഇമേജിനെ ബാധിച്ചേക്കാം. അപ്പൊ അത്രയും കാര്യങ്ങൾ, അത്തരം കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അതുമായി ബന്ധപ്പെട്ട പോളിസികൾ രൂപീകരിക്കേണ്ടതും അതുമായി ബന്ധപ്പെട്ട മേൽനോട്ടം വഹിക്കേണ്ടതും ഒരു പബ്ലിക് റിലേഷൻ മാനേജറാണ്. അതുപോലെ അവർക്ക് വേണ്ട മറ്റൊരു കഴിവാണ് സോഷ്യോളജി, സൈക്കോളജി ആൻഡ് ഗുഡ് ജേർണലിസം കേട്ടോ. അപ്പൊ അതെല്ലാം അവർക്ക് വേണ്ട മറ്റ് എസെൻഷ്യൽ ആയിട്ടുള്ള ടാലൻസ് അല്ലെങ്കിൽ കഴിവുകളാണ്. അതുപോലെ ഇവിടെ എപ്പോഴും കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ എങ്ങനെയാ, ഹൗ ടു ബി ക്ലിയർ, ബ്രീഫ് ആൻഡ് റെലവന്റ് ടു ദ ഓഡിയൻസ് അല്ലെ. ഏതൊരു ആശയവിനിമയം ഒരുപാട് സമയം നമ്മളോട് സംസാരിച്ചത് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല അല്ലെ. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ആ കാര്യം വ്യക്തമാക്കി തരിക എന്നതല്ലേ ഏതൊരു കമ്മ്യൂണിക്കേഷന്റെയും ഇമ്പോർട്ടൻസ് അല്ലെ. ഒരാള് വന്ന് ഒരു മണിക്കൂർ നിന്ന് പ്രസംഗിച്ചു, നമുക്കൊന്നും മനസ്സിലായില്ല. അതേസമയം അല്ലാത്തൊരു വ്യക്തി വന്ന് ചിലപ്പോൾ ഒരു 10ഓ 15ഓ മിനിറ്റോ മാത്രമേ അവർ സംസാരിച്ചിട്ടുള്ളൂ, പക്ഷെ ആ പറയുന്ന കാര്യം നമുക്ക് വ്യക്തമായിരുന്നു. അതല്ലേ ഇമ്പോർട്ടൻസ്. ഒരു കമ്മ്യൂണിക്കേഷൻ എപ്പോഴും വളരെ ക്ലിയർ ആയിരിക്കണം, വളരെ ബ്രീഫ് ആയിരിക്കണം, ചുരുക്കിയായിരിക്കണം സംസാരിക്കേണ്ടത്. അതുപോലെ തന്നെ ആ ഓഡിയൻസിന് പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളായിരിക്കണം പറയേണ്ടത് അല്ലെ. അപ്പൊ ഇപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ട് അഡ്വർടൈസ്മെന്റ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, വളരെ കുറച്ച് സെക്കൻഡ്സേ ഉണ്ടാവുള്ളൂ അല്ലെ. പക്ഷെ അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാറില്ലേ. ഒരുപാട് കാര്യങ്ങളെ നമ്മൾ പെട്ടെന്ന് തന്നെ ആ ഒരു സെക്കൻഡിനുള്ളിൽ തന്നെ നമുക്ക് ക്ലിയർ ആവുന്നുണ്ട് അല്ലെ, അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ വളരെ ക്ലിയർ ആയിട്ടുള്ള, ബ്രീഫ് ആയിട്ടുള്ള, അതുപോലെ തന്നെ ഓഡിയൻസിന് നല്ല രീതിയിൽ റെലവന്റ് ആയിട്ടുള്ള, പ്രസക്തമായിട്ടുള്ള രീതിയിലുള്ള ആശയവിനിമയങ്ങൾ കൂടിയായിരിക്കണം ഹോസ്പിറ്റലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടത്. അപ്പൊ അത്തരത്തില് നല്ല കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടാവാൻ ആവശ്യമായ പോളിസികൾ രൂപീകരിക്കേണ്ടതും കൃത്യമായിട്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം മേൽനോട്ടം വഹിക്കേണ്ടതും എല്ലാം ഒരു പബ്ലിക് റിലേഷൻ മാനേജർ ആണ് ചെയ്യേണ്ടത്. അതാണ് ഇവിടെ കമ്മ്യൂണിക്കേറ്റർ എന്ന നിലയിൽ അവർ ചെയ്യേണ്ട റോള്. ക്ലിയർ ആണോ? രണ്ടാമത്തെ വേഗം ഒന്ന് വായിച്ചു നോക്കിയ കമ്മ്യൂണിക്കേറ്റർ.
ഒന്നുകൂടെ പറയണം. ഒരു കമ്മ്യൂണിക്കേറ്റർ എന്ന രീതിയിൽ ചെയ്യേണ്ടത് നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻസ് എപ്പോഴും നടത്താൻ ആവശ്യമായ പോളിസികൾ രൂപീകരിക്കുക, കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും മേൽനോട്ടം വയ്ക്കുക. അപ്പൊ ഈ ഒരു സ്ഥാപനത്തിൽ നിന്ന് പുറത്തു പോകുന്ന എന്ത് ന്യൂസ് റിലീസസ് ആയിക്കോട്ടെ, സ്റ്റേറ്റ്മെന്റുകൾ ആയിക്കോട്ടെ, അതെല്ലാം ഒരിക്കലും ഈ ഒരു സ്ഥാപനത്തിന് ദോഷകരമായ രീതിയിലാവരുത്, ബെനിഫിറ്റ് ഉണ്ടാകുന്ന രീതിയിലായിരിക്കണം, വ്യക്തമായി ആണോ, അതുപോലെ തന്നെ ക്ലിയർ ആണോ, ബ്രീഫ് ആണോ, വളരെ ഓഡിയൻസിന് റെലവൻസ് കൊടുക്കുന്ന രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണോ നടത്തുന്നത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പരിശോധിക്കേണ്ടതും ഉറപ്പുവരുത്തേണ്ടതും ഒരു കമ്മ്യൂണിക്കേറ്റർ എന്ന നിലയിൽ പബ്ലിക് റിലേഷൻ മാനേജറുടെ ഡ്യൂട്ടിയാണ്. ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ തേർഡ് വൺ ആണ് പ്രോബ്ലം സോൾവർ. ഒരു പ്രോബ്ലം സോൾവർ എന്ന നിലയിൽ ഒരു പബ്ലിക് റിലേഷൻ മാനേജർ പ്രവർത്തിക്കേണ്ടതാണ്. പ്രോബ്ലം സോൾവർ എന്ന് പറഞ്ഞാൽ ദ പബ്ലിക് റിലേഷൻ മാനേജർ ഈസ് ദ അൾട്ടിമേറ്റ് സ്പിൻ ഡോക്ടർ. എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു പബ്ലിക് റിലേഷൻ മാനേജർ എന്ന് പറഞ്ഞാൽ ഇസ് ആൻ അൾട്ടിമേറ്റ് സ്പിൻ ഡോക്ടർ. എന്ന് വെച്ചാൽ ഇതൊക്കെ ഒരു പ്രതീകാത്മകമായിട്ട് കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ. അൾട്ടിമേറ്റ് സ്പിൻ ഡോക്ടർ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു ഹോസ്പിറ്റല് ഇപ്പൊ നമുക്കറിയാം, സോഷ്യൽ മീഡിയ ഒക്കെ കൂടുതൽ ഇപ്പൊ വന്നതോടുകൂടിയാണ് ഹോസ്പിറ്റലിലെ പല കാര്യങ്ങളും നടക്കുന്ന പല കാര്യങ്ങളും നമ്മൾ പുറത്ത് പബ്ലിക് അറിയാൻ തുടങ്ങിയത്, അല്ലെ? അതല്ല എങ്കിൽ ഹോസ്പിറ്റലിൽ നടക്കുന്ന കുറെ പ്രോബ്ലംസ് നമ്മൾ അറിയാറില്ല, ശരിയല്ലേ? അവിടെ നടക്കുന്ന എല്ലാ സംഭവങ്ങളും നമ്മൾ അറിയാറുണ്ടോ? ഇല്ല. ഇപ്പൊ സോഷ്യൽ മീഡിയ ഒക്കെ ആക്റ്റീവായി വന്നതോടുകൂടിയാണ് കുറെ കാര്യങ്ങൾ നമ്മൾ അറിയുന്നത് തന്നെ, അല്ലെ? അപ്പൊ അത്തരത്തില് ഒരു സംഭവം ഉണ്ടായി, ഒരു ഹോസ്പിറ്റൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാല് അത് നമ്മുടെ പബ്ലിക്കിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പബ്ലിക് അത് എങ്ങനെ വ്യാഖ്യാനിക്കും, അല്ലെ? ഇപ്പൊ ഏതൊരു സംഭവത്തെയും നെഗറ്റീവായിട്ട് കാണുന്നവരുണ്ട്, പോസിറ്റീവ് ആയിട്ട് എടുക്കുന്നവരുണ്ട്, അല്ലെ? രണ്ട് വിഭാഗമുണ്ട്, ശരിയല്ലേ? എല്ലാവരും ഒരേ രീതിയിൽ അത് ചിന്തിക്കണം അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കണം എന്നില്ല. അങ്ങനെ ഒരു സംഭവം ഒരു ഹോസ്പിറ്റൽ ഉണ്ടായാൽ അത് പബ്ലിക്കിലേക്ക് എത്തിയാൽ പബ്ലിക് അതിനെ എങ്ങനെ വ്യാഖ്യാനിക്കും എന്ന് തിരിച്ചറിയാനുള്ള ഒരു കഴിവ് ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർക്ക് ഉണ്ടായിരിക്കണം. അതാണ് അൾട്ടിമേറ്റ് സ്പിൻ ഡോക്ടർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒരു വിഷയം, ഒരു സംഭവം ഉണ്ടായി, അത് പബ്ലിക്കിലേക്ക് എത്തിയാൽ ആ പബ്ലിക് അത് എന്ത് ചെയ്യും? നെഗറ്റീവായിട്ട് എടുക്കുമോ, പോസിറ്റീവായിട്ട് എടുക്കുമോ, അതെങ്ങനെ വ്യാഖ്യാനിക്കുമെന്ന് ആരാദ്യം തിരിച്ചറിയണം? ഈ ഒരു പബ്ലിക് റിലേഷൻ മാനേജർ തിരിച്ചറിയണം, അല്ലെ? അങ്ങനെ ഇതിപ്പോ പബ്ലിക്കിലേക്ക് എത്തിയാൽ ഇത് വലിയ രീതിയിലുള്ള ഒരു പ്രശ്നമോ അല്ലെങ്കിൽ നെഗറ്റീവ് ഇമേജോ ആ സ്ഥാപനത്തിന് നൽകുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അത്തരം സംഭവങ്ങൾ എങ്ങോട്ട് എത്താൻ പാടില്ല? പബ്ലിക്കിലേക്ക് അറിയാൻ പാടില്ല, അല്ലെ? പല കാര്യങ്ങളും അവർ ആ ഹോസ്പിറ്റലിനുള്ളിൽ വെച്ച് തന്നെ എന്ത് ചെയ്യാറുണ്ട്? പരിഹരിച്ചു വിടാറുണ്ട്, അല്ലെ? പുറമെ അറിയിക്കാതെ അല്ലെങ്കിൽ പുറം ലോകത്തേക്ക് എത്തിക്കാതെ പ്രോബ്ലം സോൾവ് ചെയ്യാറില്ലേ? അപ്പൊ അത്തരത്തില് ഇപ്പോഴാണ് പിന്നെയും നമ്മൾ കുറെ ന്യൂസസ് ഒക്കെ കേൾക്കുന്നത്, അല്ലെ? മുൻപ് ഇത്രയും നാളായിട്ടും അങ്ങനെയൊന്നും നമ്മുടെ ഒരുപാട് വലിയ ഇഷ്യൂസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമ്മൾ അറിയാറുള്ളൂ, അല്ലെ? ഇപ്പോ ഇത്തരത്തില് ഒരു അൾട്ടിമേറ്റ് സ്പിൻ ഡോക്ടർ എന്ന നിലയില് ഒരു പബ്ലിക് റിലേഷൻ മാനേജർ ചെയ്യേണ്ട കാര്യം, ഹോസ്പിറ്റലിൽ നടക്കുന്ന എന്തൊരു സംഭവമാണെങ്കിലും അത് പബ്ലിക്കിലേക്ക് വരുമ്പോ അത് പബ്ലിക് അതിനെ എങ്ങനെ വ്യാഖ്യാനിക്കും എന്ന് തിരിച്ചറിയാനുള്ള ഒരു കഴിവ് ആർക്കുണ്ടായിരിക്കണം? ഒരു പബ്ലിക് റിലേഷൻ മാനേജർക്ക് ഉണ്ടായിരിക്കണം. ക്ലിയർ ആണോ? അതാണ് അൾട്ടിമേറ്റ് സ്പിൻ ഡോക്ടർ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ അത്തരത്തില് ആ ഹോസ്പിറ്റലിന് യാതൊരുവിധ ഇമേജിന് യാതൊരുവിധ ദോഷവും ഇല്ലാത്ത രീതിയിൽ അത് ആ പ്രോബ്ലത്തെ സോൾവ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഒരു കഴിവ് ഈ ഒരു പബ്ലിക് റിലേഷൻ മാനേജർ ഉണ്ടായിരിക്കണം. And it is his or her job to put the best face on news and information that could embarrass or define the company's reputation. അതുപോലെ തന്നെ ആ ഒരു കമ്പനി അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിന്റെ എന്തെങ്കിലും ആ ഒരു സ്ഥാപനത്തിന്റെ ആ ഒരു റെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ പ്രശസ്തിയെ നാണക്കേട് ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ അപകീർത്തിപ്പെടുത്തുന്നതോ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻസോ കാര്യങ്ങളോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ മാറ്റി ആ ഹോസ്പിറ്റലിന്റെ ആ ഒരു ബെസ്റ്റ് ഫേസ്, നല്ല ആ ഒരു പ്രതിച്ഛായ നിലനിർത്താനായിട്ട് ശ്രമിക്കേണ്ടതും ആരുടെ ജോലി തന്നെയാണ്? ഒരു പബ്ലിക് റിലേഷൻ മാനേജറിന്റെ ജോലി. അപ്പൊ അത്തരത്തിലുള്ള ഒരു പ്രോബ്ലം വന്നാലും അതിനെ സോൾവ് ചെയ്യാനും ആ സ്ഥാപനത്തിന്റെ മികച്ച പ്രതിച്ഛായ അവിടെ നിലനിർത്താനും സഹായിക്കേണ്ടത് അല്ലെങ്കിൽ അതിന്റെയും ചുമതല ഒരു പ്രോബ്ലം സോൾവർ എന്ന നിലയിൽ ഒരു പബ്ലിക് റിലേഷൻ മാനേജർക്കാണ്. Then often
she will be called upon to polish common information into a platinum data that gives the company more credit than would normally be due for out routine accomplishment. ഇനി അടുത്തതിൽ പറയുന്നത് നമ്മൾ ഒരുപാട് ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ ചെന്നു നമുക്ക് ചിലപ്പോൾ അവിടുത്തെ സർവീസുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളാൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളോട് ഒരു കംപ്ലൈന്റ് കൊടുക്കും, അല്ലെ? അപ്പൊ അങ്ങനെ കൊടുക്കുന്ന കംപ്ലൈന്റുകള് അവര് വലിയ രീതിയിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും നടത്തുന്നില്ല എങ്കിൽ നമുക്ക് ആ ഒരു സ്ഥാപനവുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ പറ്റും? ഇല്ല. അതേസമയം നമ്മൾ പറയുന്ന ഓരോ കംപ്ലൈന്റ്സും അതിപ്പോ രേഖാമൂലം വേണമെന്നില്ല, അല്ലെ? വാക്കാലുള്ള ഒരു കംപ്ലൈന്റ് ആണെങ്കിൽ കൂടി അത്തരത്തിൽ കിട്ടുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു റോ ഡേറ്റയെ ഈ പ്ലാറ്റിനം ഡേറ്റ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊരു പ്രതീകാത്മകമായിട്ട് പറയുന്നതാണ് കേട്ടോ. അപ്പൊ അത്തരം റോ ഡേറ്റ അല്ലെങ്കിൽ കിട്ടുന്ന ആ ഒരു കോമൺ ഡേറ്റാസിനെ കൃത്യമായ രീതിയിൽ അതുമായി ബന്ധപ്പെട്ട മറ്റ് ഡേറ്റാസും കാര്യങ്ങളും ഒക്കെ കളക്ട് ചെയ്ത് അത് അനലൈസ് ചെയ്ത് അതൊരു പ്ലാറ്റിനം ഡേറ്റയാക്കി മാറ്റുന്നു. എന്ന് വെച്ചാൽ എന്താ? പ്ലാറ്റിനം എന്ന് പറയുന്ന ഒരു മൂല്യവത്തായിട്ടുള്ള ഒരു വസ്തുവല്ലേ, അല്ലെ? പ്ലാറ്റിനം എന്ന് പറയുന്നത് ഒരു മൂല്യമുള്ള ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു സാധനം അല്ലേ? അപ്പൊ അതേ രീതിയിൽ ഈ കിട്ടുന്ന കോമൺ ഇൻഫർമേഷനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആവശ്യമായ ഡേറ്റാസും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് ഒരു പ്ലാറ്റിനം ഡേറ്റയിലേക്ക് അല്ലെങ്കിൽ അത്രയും മൂല്യവത്തായിട്ടുള്ള ഒരു ഡേറ്റയിലേക്ക് മാറ്റുകയും അതിനുശേഷം നമ്മൾ അതിനെ കൃത്യമായ അനാലിസിസും കാര്യങ്ങളും പോളിഷ് ചെയ്ത് ആ ഒരു കോമൺ ഇൻഫർമേഷനെ പ്ലാറ്റിനം ഇൻഫർമേഷൻ അല്ലെങ്കിൽ പ്ലാറ്റിനം ഡേറ്റയാക്കി മാറ്റി അതിനെ നമ്മൾ പിന്നീട് അനലൈസ് ചെയ്ത് നമ്മുടെ ആ ഒരു പ്രോബ്ലത്തിന് കൃത്യമായിട്ടുള്ള സൊല്യൂഷൻസ് കണ്ടെത്തി നൽകുകയും ചെയ്യുന്നു. അപ്പൊ ഇവിടെ ഇത്ര മാത്രം ഒരു കംപ്ലൈന്റ് വന്നു. ഒരു കംപ്ലൈന്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ കിട്ടുന്ന കോമൺ ഇൻഫർമേഷൻ ആണ് അതിനെ നമ്മൾ പോളിഷ് ചെയ്ത് അതിനുമായി ബന്ധപ്പെട്ട മറ്റ് ഡേറ്റാസ് ഒക്കെ കളക്ട് ചെയ്ത് അതിനെ ഒരു പ്ലാറ്റിനം ഡേറ്റ അല്ലെങ്കിൽ വാല്യുബിൾ ആയിട്ടുള്ള ഡേറ്റയാക്കി മാറ്റി. അതിനുശേഷം ഇതൊക്കെ നമുക്ക് അതുമായി ബന്ധപ്പെട്ട ആ ഒരു പ്രോബ്ലവുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷൻസും നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ആ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ കണ്ടെത്തി നൽകുന്നു, അല്ലെ? അപ്പൊ അത് ആ ഒരു കംപ്ലൈന്റ് പറഞ്ഞ വ്യക്തികള് കുറച്ചും കൂടി ആ ഒരു സ്ഥാപനത്തിന് മോർ ക്രെഡിറ്റ് കിട്ടുന്ന കാര്യമല്ലേ ഇത്, അല്ലേ? അതല്ലാതെ ഒരു പ്രോബ്ലം എന്താണ് ഒരു കംപ്ലൈന്റ് പറഞ്ഞോ അതിനെ മുന്നും പിന്നും ഒന്നും നോക്കാതെ അതിനെ ആക്ഷൻ എടുക്കുകയല്ലോ വേണ്ടത്, അല്ല, അല്ലെ? അതെന്തുകൊണ്ട് ആ ഒരു പ്രോബ്ലം വന്നു, എന്തുകൊണ്ട് ഇവർക്ക് അങ്ങനെ അത് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നു, അല്ലെ? അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസും കാര്യങ്ങളും ഒക്കെ കളക്ട് ചെയ്ത് ആ ഒരു കോമൺ ഡേറ്റയെ നമ്മൾ പോളിഷ് ചെയ്ത് ഒരു പ്ലാറ്റിനം ഡേറ്റ അല്ലെങ്കിൽ മൂല്യവത്തായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആക്കി മാറ്റി അതിനെ അനാലിസിസ് ചെയ്ത് കൃത്യമായിട്ടുള്ള ഒരു സൊല്യൂഷൻ അതിന് കൊടുക്കുന്നു. അതല്ലേ കുറച്ചും കൂടി സാധാരണ കിട്ടുന്ന ക്രെഡിറ്റിനേക്കാൾ കുറച്ചും കൂടി ക്രെഡിറ്റ് കിട്ടാൻ സഹായിക്കുന്നത്, അല്ലെ? ഒരു പ്രോബ്ലം സോൾവർ എന്ന നിലയിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം ആ സ്ഥാപനത്തിന് വേണ്ടി കാഴ്ചവെക്കേണ്ടത് ആരാണ്? ഒരു പബ്ലിക് റിലേഷൻ മാനേജർ ആണ്. ക്ലിയർ ആവുന്നോ? അപ്പൊ പബ്ലിക് റിലേഷൻ മാനേജർ ഒരു പ്രോബ്ലം സോൾവർ എന്ന നിലയിൽ ഒരു അൾട്ടിമേറ്റ് സ്പിൻ ഡോക്ടർ ആയിരിക്കണം. അതായത് ഒരു ഹോസ്പിറ്റലിൽ നടക്കുന്ന ഏതൊരു സംഭവമാണെങ്കിലും അത് പബ്ലിക്കിലേക്ക് എത്തുമ്പോൾ പബ്ലിക് അതിനെ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്ന് തിരിച്ചറിയാനുള്ള ഒരു കഴിവ് ഈ ഒരു പ്രോബ്ലം സോൾവർ എന്ന നിലയിൽ ഒരു പബ്ലിക് റിലേഷൻ മാനേജറിന് ഉണ്ടായിരിക്കണം. രണ്ടാമത് പറഞ്ഞത് ആ ഒരു സ്ഥാപനത്തെ ആ സ്ഥാപനത്തിന്റെ പ്രശസ്തിയെ എന്തെങ്കിലും അപകീർത്തിപ്പെടുത്തുന്നതോ നാണക്കേടുണ്ടാക്കുന്നതോ ആയിട്ടുള്ള ന്യൂസോ ഇൻഫർമേഷൻസോ പബ്ലിക്കിനിടയിൽ പ്രചരിച്ചാൽ അതിനെതിരെ ആ ഒരു സ്ഥാപനത്തിന്റെ പ്രതിച്ഛായ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യാനായിട്ടുള്ള ഉത്തരവാദിത്തം ഈ ഒരു പബ്ലിക് റിലേഷൻ മാനേജർ ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ സാധാരണ എന്തൊരു കോമൺ ആയിട്ട് കിട്ടുന്ന ഇൻഫർമേഷൻ ആണെങ്കിലും അതിനെ നല്ല രീതിയിൽ പോളിഷ് ചെയ്ത് ഒരു പ്ലാറ്റിനം ഡേറ്റയാക്കി മാറ്റി മതിയായിട്ടുള്ള സൊല്യൂഷൻസ് കണ്ടെത്തി നൽകുന്നതിലൂടെ മോർ ക്രെഡിറ്റ് ആണ് സാധാരണ കിട്ടുന്നതിനേക്കാൾ മോർ ക്രെഡിറ്റ് കൂടി ആ ഒരു സ്ഥാപനത്തിന് കിട്ടുന്നുണ്ട്. സോ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം നടത്താനും അത്തരത്തിൽ എന്തൊരു പ്രോബ്ലം വന്നാലും അതിനെ നല്ല രീതിയിൽ സോൾവ് ചെയ്യാനും ആ സ്ഥാപനത്തിന്റെ പ്രതിച്ഛായ അല്ലെങ്കിൽ ആ ഒരു ഇമേജ് അല്ലെങ്കിൽ റെപ്യൂട്ടേഷൻ ഒക്കെ അവിടെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടും പ്രവർത്തിക്കേണ്ടത് ഒരു പബ്ലിക് റിലേഷൻ മാനേജറുടെ റോളാണ്. വായിച്ചു നോക്കിയ പ്രോബ്ലം സോൾവർ.
ഓക്കെ. നാലാമത്തെ റോളാണ് ഒപ്പീനിയൻ മാസ്റ്റർ. ഒപ്പീനിയൻ മാസ്റ്റർ അല്ലെങ്കിൽ മാസ്റ്റർ എന്ന് തന്നെയാണ് കേട്ടോ, വിദഗ്ധൻ അല്ലെങ്കിൽ മാസ്റ്റർ എന്നുള്ള അർത്ഥം തന്നെയാണ്. ദ പബ്ലിക് റിലേഷൻ മാനേജർ കൺട്രോൾ ഓൾ ഔട്ട്റീച്ച് എഫേർട്ട്. ഒരു ഹോസ്പിറ്റലിന്റെ എല്ലാ നല്ല പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും ആ ഒരു പബ്ലിക്കിലേക്ക് വ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു നിയന്ത്രണം നടത്തുന്ന ഒരു വ്യക്തി കൂടിയാണ് പബ്ലിക് റിലേഷൻ മാനേജർ. അവരാണ് തീരുമാനിക്കുന്നത് ഏതൊക്കെ പ്രവർത്തനങ്ങള് പബ്ലിക്കിലേക്ക് എത്തണം, അല്ലെ, ഏതൊക്കെ പ്രവർത്തനങ്ങള് പബ്ലിക്കിലേക്ക് വ്യാപിക്കാൻ പാടില്ല. ശരിയല്ലേ? എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ അറിയാറില്ല, അല്ലെ? നല്ല നല്ല പ്രവർത്തനങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് എത്തുക, അല്ലെ? അപ്പൊ എപ്പോഴും ആ ഒരു പബ്ലിക്കിലേക്ക് ആ ഒരു സ്ഥാപനത്തിന്റെ ഏതൊക്കെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കണം അതിനെ നിയന്ത്രിക്കുന്ന ഒരു വ്യക്തിയാണ് പബ്ലിക് റിലേഷൻ മാനേജർ. And he is accountable for media placement and arranging organizational functions and the efforts of the executive. അതുപോലെ തന്നെ അദ്ദേഹമാണ് മീഡിയാസ്, ഏത് മീഡിയാസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ നടത്താം അതിനു വേണ്ടിയിട്ടുള്ള മീഡിയാസിനെ പ്ലേസ് ചെയ്യുന്നതും അത് ചൂസ് ചെയ്യുന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടത്തുന്നതും തീരുമാനങ്ങൾ എടുക്കുന്നത് ഈ ഒരു പബ്ലിക് റിലേഷൻ മാനേജർ ആണ്. അതുപോലെ തന്നെ അറേഞ്ചിങ് ഓർഗനൈസേഷണൽ ഫങ്ഷൻസ് ആൻഡ് എഫേർട്സ് ഓഫ് ദി എക്സിക്യൂട്ടീവ്. എക്സിക്യൂട്ടീവുകളുടെയും ആ ഒരു സ്ഥാപനത്തിന്റെയൊക്കെ പ്രവർത്തനങ്ങളും മറ്റു പരിശ്രമങ്ങളും ഒക്കെ അറേഞ്ച് ചെയ്യേണ്ടതും ഈ ഒരു പബ്ലിക് റിലേഷൻ മാനേജർ ആയിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് ഹിസ് ഡ്യൂട്ടി ടു ഡിസൈഡ് ദ എക്സിക്യൂട്ടീവ് അപ്രോപ്രിയേറ്റ് ഫോർ ഈച്ച് സിറ്റുവേഷൻ ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് പേഴ്സൺ ഹാസ് അപ്രൂവ്ഡ് ഇൻഫർമേഷൻ ആൻഡ് സ്റ്റേറ്റ്മെന്റ് ഇൻ ഹാൻഡ്. അതുപോലെ തന്നെ ഓരോ എക്സിക്യൂട്ടീവ് ഓരോ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഓരോ സാഹചര്യത്തിനും അനുയോജ്യമായിട്ടുള്ള എക്സിക്യൂട്ടീവ് ഏതൊക്കെയായിരിക്കണം, അവർ ചെയ്യേണ്ട ഡ്യൂട്ടീസ് ഏതൊക്കെയായിരിക്കണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ഈ ഒരു പബ്ലിക് റിലേഷൻ മാനേജർ ആണ്. അതുപോലെ തന്നെ മേക്ക് ഷുവർ ദാറ്റ് പേഴ്സൺ ഹാസ്, അവിടെ നമ്മൾ അപ്പോയിന്റ്മെന്റ് ചെയ്ത ഓരോ എക്സിക്യൂട്ടീവുകൾക്കും അപ്രൂവ്ഡ് ആയിട്ടുള്ള അംഗീകൃതമായിട്ടുള്ള ഇൻഫർമേഷൻസും ക്വാളിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഉള്ളവരാണോ എന്ന് ഉറപ്പുവരുത്തേണ്ടതും ഒരു പബ്ലിക് റിലേഷൻ മാനേജർ ആണ്. അപ്പോ ഒരു ഒപ്പീനിയൻ മാസ്റ്ററോ അല്ലെങ്കിൽ മാസ്റ്റർ എന്ന നിലയിൽ ഒരു പബ്ലിക് റിലേഷൻ മാനേജർ ആണ് ആ ഒരു സ്ഥാപനത്തിന്റെ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ആ ഒരു വ്യാപനം, പബ്ലിക്കിലേക്കുള്ള ആ ഒരു വ്യാപനത്തെ നിയന്ത്രിക്കുന്ന ഒരു വ്യക്തിയാണ് പബ്ലിക് റിലേഷൻ മാനേജർ. അതോടൊപ്പം തന്നെ മീഡിയാസ് പ്ലേസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇദ്ദേഹമാണ് തീരുമാനിക്കുന്നത്. ഓർഗനൈസേഷൻ പ്രവർത്തനങ്ങൾ അറേഞ്ച് ചെയ്യുന്നു, എക്സിക്യൂട്ടീവുകളുടെ എഫേർട്ടുകൾ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്യുന്നു. അതിനുവേണ്ടി ഓരോരോ സിറ്റുവേഷൻസിലേക്കും അവരെ പ്ലേസ് ചെയ്യേണ്ട എക്സിക്യൂട്ടീവ്സ് ഏതൊക്കെയാണെന്ന് തീരുമാനിക്കുന്നു, അവരുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് തീരുമാനിക്കുന്നു. അതുപോലെ നമ്മൾ പ്ലേസ് ചെയ്ത ഓരോ എക്സിക്യൂട്ടീവുകൾക്കും കൃത്യമായ അനുയോജ്യമായ അപ്രൂവ്ഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസും ക്വാളിഫിക്കേഷൻസും ഒക്കെ ഉള്ളവരാണോ എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടത് ഒരു ഒപ്പീനിയൻ മാസ്റ്റർ എന്ന നിലയിൽ ഒരു പബ്ലിക് റിലേഷൻ മാനേജർ ചെയ്യേണ്ട കാര്യമാണ്. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ ഒപ്പീനിയൻ മാസ്റ്ററോ. വായിച്ചു കഴിഞ്ഞവരൊന്ന് റിപ്ലൈ ചെയ്യണേ. വായിച്ചു ക്ലിയർ അല്ലേ? ഇത് 4 റോൾസും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ചോദിക്കാറുണ്ട്. അടുത്തതാണ് ഫങ്ഷൻസ് ഓഫ് പബ്ലിക് റിലേഷൻ ഓഫീസർ. ഒരു പബ്ലിക് റിലേഷൻ ഓഫീസറിന്റെ ഫങ്ഷൻസ് ആണ് കേട്ടോ പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് ആണ് പ്ലാനിംഗ് പബ്ലിസിറ്റി സ്ട്രാറ്റജീസ് ആൻഡ് ക്യാമ്പയിൻസ്. എന്താണ്? പരസ്യതന്ത്രങ്ങളും പ്രചരണങ്ങളും ആസൂത്രണം ചെയ്യുക. ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് അതിന്റെ നല്ല റെപ്യൂട്ടേഷൻ നിലനിർത്തുന്നതിന് വേണ്ടി, നല്ല ഇമേജസ് നിലനിർത്തുന്നതിന് വേണ്ടി ആവശ്യമായ പബ്ലിക് സ്ട്രാറ്റജീസ്, പരസ്യതന്ത്രങ്ങള്, അതുപോലെ തന്നെ പ്രചരണങ്ങള് മുതലായവയ്ക്ക് ആസൂത്രണം ചെയ്യേണ്ടത് ഒരു പബ്ലിക് റിലേഷൻ ഓഫീസറുടെ ഫംഗ്ഷനാണ്. രണ്ടാമത്തത് റൈറ്റിംഗ് ആൻഡ് പ്രൊഡ്യൂസിംഗ് പ്രസന്റേഷൻസ് ആൻഡ് പ്രസ് റിലീസസ്. പ്രസന്റേഷൻസ്, അവതരണങ്ങളായിക്കോട്ടെ, പ്രസ് റിലീസസ്, പത്രക്കുറിപ്പുകളായിക്കോട്ടെ മുതലായവയൊക്കെ എഴുതുകയും നിർമ്മിക്കുകയും ചെയ്യുക.
Then മൂന്നാമത്തത് to deal with enquiries from the public, the press and related organization. അതുപോലെ തന്നെ പബ്ലിക്കുമായി ബന്ധപ്പെട്ടോ പ്രസ് മീഡിയയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ടോ അതുമായി അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ആയിട്ടുള്ള മറ്റുള്ള ഓർഗനൈസേഷൻസുമായി ബന്ധപ്പെട്ടോ ഒക്കെ വരുന്ന അന്വേഷണങ്ങൾക്ക് കൃത്യമായിട്ട് അവ കൈകാര്യം ചെയ്യുക. Then to organize and attend promotional events such as press conferences, open days, exhibitions, tours and visit. അതുപോലെ തന്നെ ഈ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പ്രസ് കോൺഫറൻസുകളാവാം, ഓപ്പൺ ഡേയ്സ് ആവാം, എക്സിബിഷനുകളാവാം, ടൂർസോ വിസിറ്റുകളോ മുതലായവയൊക്കെ എന്ത് ചെയ്യുക, അത്തരത്തിലുള്ള പ്രൊമോഷണൽ ഇവന്റ്സുകളൊക്കെ ഓർഗനൈസ് ചെയ്യുകയും അതിൽ പങ്കാളികളാവുകയും ചെയ്യുക. Then to speak publicly at interviews, press conference and presentation. പ്രസ് കോൺഫറൻസിലും പ്രസന്റേഷൻസിലും ഇന്റർവ്യൂകളിലൊക്കെ പബ്ലിക് ആയിട്ട് സംസാരിക്കാം. Then to provide clients with information about new promotional opportunities and current pre-campaign progress. അതുപോലെ തന്നെ പുതിയ പ്രൊമോഷണൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ പ്രൊമോഷണൽ ആയിട്ടുള്ള അവസരങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ക്ലയന്റ്സിനെ അറിയിക്കുകയും നിലവിലുള്ള പ്രീ ക്യാമ്പയിൻ പ്രോഗ്രസ് ക്യാമ്പയിൻസ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട അതിന്റെ പുരോഗതികളെ കാര്യങ്ങളെ കുറിച്ചൊക്കെ ക്ലയന്റുകൾക്ക് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക. Then to analyze media coverage. ഈ ഒരു ഹോസ്പിറ്റലിലെ കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട മീഡിയ കവറേജ് എത്രത്തോളം ഉണ്ട്, നല്ല രീതിയിൽ നമുക്കത് പ്രയോജനകരമായിട്ടാണോ നടക്കുന്നത് എന്നൊക്കെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക. ലാസ്റ്റ് വൺ ആണ് to liaise with clients, managerial and journalistic staff about budget, time scale and objective. അതുപോലെ തന്നെ ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ക്ലയന്റുകളുമായി ബന്ധപ്പെട്ടും മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടും മറ്റ് ജേർണലിസ്റ്റിക് സ്റ്റാഫുകളുമായി ബന്ധപ്പെട്ടും ബഡ്ജറ്റുകളുമായി ബന്ധപ്പെട്ടാവാം, ടൈം സ്കെയിൽ ഇതുപോലെയുള്ള ഓരോ ഇവന്റ്സ് അറേഞ്ച് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാവാം, ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ടാവാം. ഇത്തരം കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ക്ലയന്റ്സുമായിട്ടും മാനേജ്മെന്റുമായിട്ടും ജേർണലിസ്റ്റിക് സ്റ്റാഫുകളുമായിട്ടൊക്കെ നല്ലൊരു ലേസ് ചെയ്യാൻ നമ്മൾ നല്ലൊരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കാണ്. അപ്പോൾ ഇത്രയും ഒരു പബ്ലിക് റിലേഷൻ ഓഫീസറിന്റെ ഫങ്ഷൻസിൽ വരുന്ന കാര്യങ്ങളാണ്. ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത് പ്ലാനിംഗ് പബ്ലിസിറ്റി സ്ട്രാറ്റജീസ് ആൻഡ് ക്യാമ്പയിൻസ്, പരസ്യതന്ത്രങ്ങളും പ്രചരണങ്ങളും ആസൂത്രണം ചെയ്യുക. രണ്ടാമത്തത് റൈറ്റിംഗ് ആൻഡ് പ്രൊഡ്യൂസിംഗ് പ്രസന്റേഷൻസ് ആൻഡ് പ്രസ് റിലീസസ്, അവതരണങ്ങളും പത്രക്കുറിപ്പുകളും അവതരണങ്ങളും എന്ത് ചെയ്യുക, എഴുതുകയും നിർമ്മിക്കുകയും ചെയ്യുക. മൂന്നാമത്തത് ഇപ്പോ പബ്ലിക്കിൽ നിന്നോ മീഡിയ പ്രസിൽ നിന്നോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റു ഓർഗനൈസേഷനിൽ നിന്നോ വരുന്ന അന്വേഷണങ്ങൾക്ക് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുക. നാലാമത്തത് to organize and attend promotional events such as press conference, പത്രക്കുറിപ്പുകളോ ഓപ്പൺ ഡേയ്സോ എക്സിബിഷൻസോ അല്ലെങ്കിൽ ടൂറോ വിസിറ്റോ മുതലായ പ്രൊമോഷണൽ ഇവന്റ്സുകൾ സംഘടിപ്പിക്കുകയും അത് ഓർഗനൈസ് ചെയ്യുകയും അതിൽ പങ്കാളികളാവുകയും ചെയ്യുക. Then to speak publicly at an ഇന്റർവ്യൂയോ പ്രസ് കോൺഫറൻസോ പ്രസന്റേഷൻസോ ഒക്കെ നടത്തുന്നുണ്ടോ അവിടെ അതിലൊക്കെ വളരെ പബ്ലിക് ആയിട്ട് തന്നെ സംസാരിക്കുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും ചെയ്യണം. അതുപോലെ to provide clients with information about new promotional opportunity and current campaign progress. അതുപോലെ പുതിയതായിട്ടുള്ള പ്രൊമോഷണൽ ഓപ്പർച്യൂണിറ്റിയിലെ അവസരങ്ങളിൽ പങ്കാളികളാവാനായിട്ട് ക്ലയന്റ്സിന് കൃത്യമായ ഇൻഫർമേഷൻസ് കൊടുക്കുക. അതുപോലെ നിലവിലുള്ള പ്രീ ക്യാമ്പയിൻ പ്രോഗ്രസ് ക്യാമ്പയിൻസുമായി ബന്ധപ്പെട്ട പുരോഗതികൾ എത്രത്തോളം ഉണ്ടായിട്ടുണ്ട് എന്നതിനെ കുറിച്ചും ഒക്കെ ക്ലയന്റുകൾക്ക് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ മീഡിയ കവറേജ് എത്രത്തോളം ഉണ്ട് കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട് എന്ന് കൃത്യമായിട്ട് വിശകലനം ചെയ്യുക. ലാസ്റ്റ് വൺ പറയുന്നത് ബഡ്ജറ്റുകൾ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ടാവാം, അല്ലെങ്കിൽ ഇവന്റ്സ് ഒക്കെ ഇങ്ങനെ അറേഞ്ച്മെന്റുമായി ബന്ധപ്പെട്ടാവാം, ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടാവാം. അവിടെ വരുന്ന ക്ലയന്റ്സിനോടും മാനേജ്മെന്റിനോടും മറ്റ് ജേർണലിസ്റ്റിക് സ്റ്റാഫുകളോടും ഒക്കെ നല്ലൊരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ബന്ധം കാത്തു സൂക്ഷിക്കുകയും ചെയ്യുക. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ, ഫങ്ഷൻസ് ഓഫ് പബ്ലിക് റിലേഷൻ ഓഫീസർ.
വായിച്ചു കഴിയുന്നവർ ഇത് റിപ്ലൈ ചെയ്യണേ. വായിച്ചു കഴിഞ്ഞു. ക്ലിയർ അല്ലേ? ഓക്കെ, ശരി. ഇനി കുറച്ച് ഭാഗം കൂടി ഉള്ളു കേട്ടോ. നെക്സ്റ്റ്, അഡീഷണൽ ഇമ്പോർട്ടന്റ് കൺസിഡറേഷൻ. കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റു കാര്യങ്ങളാണ് നമ്മൾ പ്രസ്സുമായി ബന്ധപ്പെട്ട മീഡിയാസുമായി ബന്ധപ്പെട്ട പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്. അഡീഷണൽ ഇമ്പോർട്ടന്റ് കൺസിഡറേഷൻ ദാറ്റ് കമ്മ്യൂണിക്കേഷൻ ടു ദ പ്രസ്. പ്രസ്സുമായി ബന്ധപ്പെട്ട കമ്മ്യൂണിക്കേഷൻ ആണ് കേട്ടോ പറയുന്നത്. അപ്പൊ നമുക്കറിയാം ഒരു കമ്മ്യൂണിക്കേഷൻ, ഇപ്പൊ പ്രസ് എന്ന് പറയുമ്പോൾ, പ്രസ്സുമായി ബന്ധപ്പെട്ട കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ മിസ് എല്ലാം ചെയ്തിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് തന്നെ ഒന്ന് സൂം ചെയ്യാം കേട്ടോ. ഇപ്പൊ കിട്ടാത്ത പോയിന്റ്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പറയുന്ന സമയത്ത് ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഇവിടെ അഡീഷണൽ ഇമ്പോർട്ടൻസ്, ഇപ്പൊ നമുക്കറിയാം നമ്മൾ എപ്പോഴും നമ്മുടെ ലോക്കൽ ആയിട്ടുള്ള പ്രസ്സുമായിട്ട് ഒരു സ്ഥാപനം, ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ ഹോസ്പിറ്റല് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ ഇമേജസ് ഒക്കെ നല്ല രീതിയിൽ ബിൽഡ് ചെയ്യണമെങ്കിൽ അവിടെ ലോക്കൽ ആയിട്ടുള്ള പ്രസ്സുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യണം. വേണ്ടേ? വേറെ ദൂരെയുള്ള പ്രസ്സുമായിട്ടൊന്നും കീപ്പ് ചെയ്തിട്ട് കാര്യമില്ല അല്ലെ. ആ തൊട്ട് നിയർ ബൈ ആയിട്ടുള്ള പ്രസ് അല്ലെങ്കിൽ മാധ്യമങ്ങളുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ആരുണ്ടാക്കിയിരിക്കണം? ഈ ഒരു സ്ഥാപനം ഉണ്ടാക്കിയിരിക്കണം. കാരണം എന്താ, ഭൂരിഭാഗം അവിടെ വരുന്ന പേഷ്യൻസ് ആണെങ്കിലും ക്ലയൻസ് ആണെങ്കിലും ആ ലോക്കൽ ഏരിയയിലുള്ളവരായിരിക്കും അല്ലെ. നമ്മൾ ഏറ്റവും കൂടുതൽ പോകും നമ്മുടെ ലോക്കൽ ഏരിയയിലുള്ള ആളുകൾ തന്നെയല്ലേ നമ്മുടെ തൊട്ടടുത്ത ഹോസ്പിറ്റലിൽ കൂടുതലായിട്ട് പോകുക അല്ലെ. അപ്പൊ അത്തരത്തില് ആളുകൾ വരണമെങ്കിൽ, അല്ലെങ്കിൽ ആളുകളിലേക്ക് ഈ സ്ഥാപനത്തിന്റെ സർവീസുകള്, അവര് കൊടുക്കുന്ന പ്രോഗ്രാമുകള്, കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ എത്തിക്കണമെങ്കിൽ അത് ഈ ഒരു നല്ല ആ ഒരു പ്രസ്സുമായിട്ട്, ലോക്കൽ ആയിട്ടുള്ള പ്രസ്സുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിലേ സാധിക്കുള്ളൂ അല്ലെ. അപ്പൊ ഇവിടെ അഡീഷണൽ ഇമ്പോർട്ടന്റ് കൺസിഡറേഷനിൽ പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ടു ദ പ്രസ്, പ്രസ്സുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആശയവിനിമയം. The PR must get to know the local press well. എപ്പോഴും ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർ അവരുടെ ലോക്കൽ പ്രസ് അല്ലെങ്കിൽ ലോക്കൽ ആയിട്ടുള്ള മാധ്യമങ്ങളെ കുറിച്ച് വ്യക്തമായിട്ടുള്ള, പ്രാദേശിക മാധ്യമങ്ങളെ കുറിച്ച് വ്യക്തമായിട്ട് അല്ലെങ്കിൽ നന്നായിട്ടൊരു അറിവ് ഈ ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർക്ക് ഉണ്ടായിരിക്കണം. The local press can be hospital principal helper in this regard. ഇത്തരത്തില് ഒരു ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങൾ, അവർ കൊടുക്കുന്ന സർവീസുകൾ, അല്ലെങ്കിൽ പുതിയൊരു ഡോക്ടർ അവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്, അത്തരത്തിലുള്ള കാര്യങ്ങളാണെങ്കിൽ അത് ആ ഒരു പബ്ലിക്കിലേക്ക് എത്തണമെങ്കിൽ ഈ ഒരു ലോക്കൽ പ്രസ്സിന് അതിലൂടെ നമുക്കൊരു തത്വസഹായി ആവാൻ അല്ലെങ്കിൽ വളരെ ഒരു ഹെൽപ്പർ ആവാൻ സാധിക്കില്ലേ? സാധിക്കുമോ? ഈ ഒരു ലോക്കൽ പ്രസ്സിന്റെ സഹായത്തോടു കൂടി നമുക്ക് കൂടുതൽ ആളുകളിലേക്ക് അത് അറിയിക്കാൻ പറ്റില്ലേ? പറ്റും അല്ലെ. പക്ഷെ ഇത് എങ്ങനെയുള്ളപ്പോഴാണ് അറിയിക്കാൻ പറ്റുന്നത്? ഇവരുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെ. ഹോസ്റ്റൈൽ പ്രസ്, എന്നാൽ ഒരു ശത്രുപക്ഷത്തുള്ളൊരു പ്രസ് ആണെങ്കിലോ അവർക്ക് നമുക്ക് ക്യാൻ ബി എ ലോട്ട് ഓഫ് ഹാം, ഒരുപാട് ദോഷവും ചെയ്യാൻ പറ്റൂലേ? ആ ഹോസ്പിറ്റലിന്റെ പ്രശസ്തി അല്ലെങ്കിൽ ആ ഒരു ഡെപ്യൂട്ടേഷനെ കളയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ അവർക്ക് വേണമെങ്കിൽ ചെയ്യാം അല്ലെ. എപ്പോഴും നമ്മുടെ ലോക്കൽ ആയിട്ടുള്ള പ്രസ്സുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു പബ്ലിക് റിലേഷൻ ഓഫീസറിന്റെ ഡ്യൂട്ടിയാണ്. If an editor understands the hospital problem, he can help enormously. ആ ഒരു പ്രസ് മീഡിയയുടെ എഡിറ്റേഴ്സിന് ആ ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളോ കാര്യങ്ങളോ കൃത്യമായിട്ട് മനസ്സിലാവാണ് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ അവരുമായിട്ട് കീപ്പ് ചെയ്താൽ നമ്മൾ ഒരുപാട് അവർക്കും എന്ത് ചെയ്യാൻ പറ്റും? സഹായിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ആ ഒരു ബോക്സിൽ ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. ഇമ്പോർട്ടന്റ് പോയിന്റ് ആയിട്ട് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ടു ദ പ്രസ്, പ്രസ്സുമായിട്ടുള്ള ആശയവിനിമയം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർ ലോക്കൽ പ്രസ് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അങ്ങനെ ഒരു ലോക്കൽ പ്രസ് നമ്മുടെ തൊട്ടടുത്തുള്ള പ്രാദേശിക മാധ്യമങ്ങൾ ഏതാണോ അവയുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ കീപ്പ് ചെയ്താൽ അവർക്ക് നമ്മുടെ ഒരു തത്വസഹായിയാവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഒരു ഹോസ്റ്റൈൽ പ്രസ് ആണ്, ശത്രുപക്ഷത്തുള്ള ഒരു മീഡിയ ആണെങ്കിൽ അവർക്ക് അതേപോലെ തന്നെ നമുക്ക് ദോഷവും ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എഡിറ്ററിനും നമ്മുടെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ മനസ്സിലാവുകയാണെങ്കിൽ അവർക്കും ഒരു പരിധി വരെയും നമ്മളെ സഹായിക്കാനായിട്ട് സാധിക്കും. ക്ലിയർ ആണോ ആ ഒരു ബോക്സ്? മനസ്സിലായോ? ഇനി അടുത്ത ബോക്സ് നോക്കാം കേട്ടോ. When something has gone seriously wrong and consequences may be of public concern. ഇപ്പൊ ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഒരു ഇഷ്യൂ ഉണ്ടായി, എന്തെങ്കിലും ഒരു വിഷയം അതുണ്ടായി, അത് നമ്മുടെ പബ്ലിക്കിൽ അറിഞ്ഞു.
ഒരു തെറ്റായ ഒരു സീരിയസ് ആയിട്ടുള്ള വളരെ ഗൗരവകരമായിട്ടുള്ള ഒരു തെറ്റ് ഒരു ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഗുരുതരമായിട്ടുള്ള ഒരു തെറ്റ് സംഭവിച്ചു എന്ന് വെക്കാം. അപ്പൊ ചിലപ്പോൾ അത് ഫേക്ക് ആവാം, റിയൽ ആവാം. അപ്പൊ അത് അങ്ങനെ ഒരു വിഷയം നമ്മുടെ പബ്ലിക്കിലേക്ക് അറിഞ്ഞു. പബ്ലിക്കിനിടയിൽ അങ്ങനെ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം ആ പബ്ലിക്കിനേക്ക് ഇടയിൽ എത്തിയാൽ പബ്ലിക്കിനിടയിൽ അത് വലിയ രീതിയിലുള്ള ഒരു ആശങ്ക ജനിപ്പിക്കില്ലേ? പറ്റോ? കോൺസിക്വൻസസ് മേ ബി ഓഫ് പബ്ലിക് കൺസേൺ അല്ലെ? പബ്ലിക്കിനിടയിൽ നമ്മൾ സ്ഥിരം പോകുന്ന ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ഒരു ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം അല്ലെങ്കിൽ ഒരു തെറ്റ് ഹോസ്പിറ്റൽ സംഭവിച്ചു പറഞ്ഞാൽ നമുക്ക് മനസ്സിലേക്ക് ഒരു ടെൻഷൻ വരില്ലേ? വരുമോ? പബ്ലിക്കിനിടയിൽ അതൊരു ആശങ്ക ജനിപ്പിക്കാം അല്ലെ? ലെജിറ്റിമേറ്റ് ഇൻഫർമേഷൻ മസ്റ്റ് ബി വോളണ്ടിയർ ആസ് ഏർലി ആസ് പോസിബിൾ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഹോസ്പിറ്റല് മറ്റാരും നിർബന്ധിച്ചിട്ടുള്ള ആ ഹോസ്പിറ്റല് സ്വമേധയാ എത്രയും പെട്ടെന്ന് അവരുമായി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട നിയമപരമായ ഇൻഫർമേഷൻസ് എന്ത് ചെയ്യുക? പബ്ലിക്കിലേക്ക് അറിയിക്കുക അല്ലെ? നിങ്ങൾ കണ്ടു കാണും അങ്ങനെ എന്തെങ്കിലും വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഹോസ്പിറ്റലുകാര് പ്രസ് മീറ്റ് ഒക്കെ വെക്കുന്നത് കണ്ടിട്ടുണ്ടോ? അപ്പൊ അത്തരത്തില് അവരെന്ത് ചെയ്യുക? വളരെ കുറഞ്ഞ സമയത്ത്, ഒരുപാട് സമയം ലേറ്റ് ആയിട്ടല്ല, ഉടനെ തന്നെ നിയമപരമായ രീതിയിൽ തന്നെ അവരെന്ത് ചെയ്യുക? അവരുടെ ആ ഒരു സത്യസന്ധതയും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് തെറ്റില്ല എന്നത് പ്രൂവ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ പബ്ലിക്കിന്റെ ആ ഒരു ആശങ്കയൊക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് സ്വമേധയാ നിയമപരമായ ഇൻഫർമേഷൻസ് എത്രയും വേഗം ഇവരിലേക്ക് എന്ത് ചെയ്യുക? എത്തിക്കുക എന്നതാണ് ഒന്നാമത് ചെയ്യാനുള്ള കാര്യം. Clearance of all material intended for release must be controlled by the chief of PR. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു that material should be put on a format and released in a manner calculated to benefit the hospital. എപ്പോഴും ഇത്തരത്തിലുള്ള പ്രസ് മീറ്റോ കാര്യങ്ങളോ എന്തായിക്കോട്ടെ, പുറമേക്ക് ആ ഒരു സ്ഥാപനത്തിൽ നിന്ന് പോകുന്ന എന്തൊരു സ്റ്റേറ്റ്മെന്റും മെറ്റീരിയലും ആര് കൃത്യമായിട്ട് ക്ലിയർ ചെയ്ത് വേണം വിടാനായിട്ട്? ചീഫ് ഓഫ് PR അല്ലെ? പബ്ലിക് റിലേഷൻ ഓഫീസറുടെ ചീഫ്. കാരണം എന്തുകൊണ്ടാ? അതൊരിക്കലും ആ ഹോസ്പിറ്റൽ നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിലായി വരരുത് അല്ലെ? നമ്മൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഒരു പ്രസ് മീറ്റ് നടത്തുമ്പോ ആ പ്രസ് മീറ്റിൽ പറയുന്ന എല്ലാ സ്റ്റേറ്റ്മെന്റും ആ ഹോസ്പിറ്റലിന് പ്രയോജനകരമാവുന്ന രീതിയിലായിരിക്കണ്ടേ? അവരുടെ ഭാഗത്ത് യാതൊരുവിധ ദോഷവും കുറ്റവും ഇല്ല എന്ന രീതിയിലായിരിക്കണ്ടേ അല്ലേ? അത് തെളിയിക്കാൻ വേണ്ടിയിട്ടാണല്ലോ, അല്ലെങ്കിൽ അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണല്ലോ നമ്മൾ ഈ ഒരു പ്രസ് മീറ്റും കാര്യങ്ങളൊക്കെ വെക്കുന്നത്. സോ അത്തരത്തില് എന്ത് മെറ്റീരിയൽ നമ്മൾ അവിടെ പ്രസന്റ് ചെയ്താലും അല്ലെങ്കിൽ എന്തൊരു റിലീസ് ചെയ്യാൻ വേണ്ടി എന്ത് സ്റ്റേറ്റ്മെന്റ് ആണോ റിലീസ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്ത് മെറ്റീരിയൽ ആണോ നമ്മൾ റിലീസ് ചെയ്യാൻ പോകുന്നത്, അത് ഈ ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർ ചീഫ് വ്യക്തമായിട്ട് പരിശോധിച്ച് അത് ഉറപ്പുവരുത്തിയിരിക്കണം. അതുപോലെ അത് കൃത്യമായ ഒരു ഫോർമാറ്റിലായിരിക്കണം തയ്യാറാക്കേണ്ടത്. അതുപോലെ തന്നെ അത് റിലീസ് ചെയ്യുമ്പോൾ അത് എപ്പോഴും നമ്മുടെ ഈ ഒരു ഹോസ്പിറ്റലില് ബെനിഫിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രയോജനകരമായ രീതിയിൽ തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തുകയും വേണം. ക്ലിയർ ആണോ ബോക്സ്? മനസ്സിലായോ? അടുത്തതാണ് information regarding the condition of hospital patient, especially VIPs are very serious persons. Patients should be guarded and preferably governed by an approval code. ഇപ്പൊ നമുക്കറിയാം വെരി ഇമ്പോർട്ടന്റ് പേഴ്സൺസ് അതുപോലെ തന്നെ വെരി സീരിയസ് ആയിട്ടുള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ കണ്ടു കാണും. ഒരു ഹോസ്പിറ്റലിൽ ഒരു VIP ഒക്കെ അഡ്മിറ്റ് ആയെന്ന് വിചാരിക്കാം. അപ്പൊ അങ്ങനെ ഒരു VIP ഒക്കെ അഡ്മിറ്റ് ആയി കഴിഞ്ഞാല് നമ്മൾ സാധാരണ ഒരു ഹോസ്പിറ്റൽ എങ്ങനെയാണ്? അവരുടെ ഇൻഫർമേഷൻസ് ഒന്നും നമുക്ക് പുറത്തു വിടാൻ പാടില്ല അല്ലെ? അതല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ അവരുടെ എന്താണ് തൊട്ട് ഏറ്റവും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആരെങ്കിലും ആയിരിക്കും അവരുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് ഇടയ്ക്കിടയ്ക്ക് വിടും അല്ലെ? ഇപ്പൊ അങ്ങനെ എല്ലാ ഡീറ്റെയിൽസ് ഒന്നും പറയില്ല. അവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് അല്ലെങ്കിൽ കുറച്ച് മോശമാണ്, അത്തരത്തിലുള്ള ഇൻഫർമേഷൻ അല്ലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അല്ലെ? അല്ലാതെ അവർക്ക് പൂർണ്ണമായിട്ടും എന്ത് രോഗമാണ്, എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾ അവർക്ക് കൊടുക്കുന്നുണ്ട്, അതിനെപ്പറ്റി ഒന്നും നമ്മളോട് ഡിസ്കസ് ചെയ്യാറില്ല, പുറം ലോകം അറിയാറുമില്ല അല്ലെ? അപ്പൊ അതെപ്പോഴും ഒരു ഹോസ്പിറ്റലിലെ ഒരു പേഷ്യന്റിന്റെ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാല് അത് വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് രഹസ്യ സ്വഭാവത്തോടു കൂടി സൂക്ഷിക്കേണ്ട കാര്യമാണ്. അതൊരിക്കലും പുറമെ അതിപ്പോ ഏതൊരു പേഷ്യന്റിനെ ആണെങ്കിലും ഒരിക്കലും അത് അവരുടെ സമ്മതമില്ലാതെ പുറത്തേക്ക് പബ്ലിഷ് ചെയ്യാൻ പാടില്ല, ഇൻഫർമേഷൻസ് കൊടുക്കാൻ പാടില്ല. അപ്പൊ ഇവിടെയും ഒരു VIP ആയിക്കോട്ടെ അല്ലെങ്കിൽ വളരെ സീരിയസ് ആയിട്ടുള്ള പേഷ്യന്റ് VIP ഒക്കെ ആണെങ്കിൽ പബ്ലിക്കിന് അവരെ കുറിച്ച് അറിയാനുള്ള ഒരു ടെൻഡൻസി അല്ലെങ്കിൽ ഒരു ആകാംക്ഷയൊക്കെ ഉണ്ടാവാം അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് മീഡിയാസ് ഒക്കെ അതുമായി ബന്ധപ്പെട്ട് കവർ ചെയ്യാനായിട്ട് അവിടെ ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ അത്തരത്തിൽ ആരൊക്കെ ഉണ്ടെങ്കിലും ആ ഒരു പേഷ്യന്റുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് യാതൊരുവിധ കാരണത്താലും പുറത്തിടാൻ പാടില്ല. അതൊരു അപ്രൂവൽ കോഡ് ഉപയോഗിച്ച് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്, വളരെ രഹസ്യ സ്വഭാവത്തോടു കൂടി സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്.
അതുപോലെ തന്നെ ഇപ്പോ ആ ഒരു വ്യക്തി പേഷ്യൻസ് വലിയ കുഴപ്പമില്ല, അവർക്ക് എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചിലപ്പോ ഈ മീഡിയാസ് ആ പേഷ്യൻസുമായിട്ട് ഇന്റർവ്യൂസ് ഓഫ് പേഷ്യന്റ് ബൈ ദ പ്രസ് ഓഫ് ടേക്കിംഗ് ദർ ഫോട്ടോഗ്രാഫ് ഷുഡ് only be permitted if the patient or his or her relatives concerned of it is the hospital industry. ചില മീഡിയാസിനെ എന്ത് ചെയ്യാറുണ്ട്, പേഷ്യൻസുമായിട്ട് ഇന്റർവ്യൂ ഒക്കെ നടത്താനായിട്ട് ആഗ്രഹം പ്രകടിപ്പിക്കാറുണ്ട്, ഇല്ലേ? അങ്ങനെ ഇന്റർവ്യൂ നടത്തണമെങ്കിലും അത് ആരുടെ സമ്മതം വേണം? ആരുടെ സമ്മതം വേണം? ഒന്നാമത്തത് ആ മെയിൻ ആയിട്ടുള്ള പേഷ്യന്റിന്റെ സമ്മതം വേണം. അതുപോലെ തന്നെ ഇപ്പൊ ഒരു ഇന്റർവ്യൂ നടത്തുന്നതാവാം, അല്ലെങ്കിൽ അവരുടെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടാവാം, അതിനൊക്കെ ആ പേഷ്യന്റിന്റെ സമ്മതം അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സ്, പേഷ്യന്റ് ഒക്കെ ആണെങ്കിൽ അവരുടെ സമ്മതം വേണം, അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സിന്റെ സമ്മതം വേണം. അതുപോലെ തന്നെ ഹോസ്പിറ്റലിലും അതിൽ താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ അവരുമായിട്ടുള്ള ഇന്റർവ്യൂസോ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫ്സോ കാര്യങ്ങളോ ഒക്കെ എടുക്കാൻ പാടുള്ളൂ. അപ്പൊ എപ്പോഴും ഒരു VIPs ആയിക്കോട്ടെ, ഏത് പേഷ്യന്റ് ആയിക്കോട്ടെ, അവരുടെ ഇൻഫർമേഷൻസ് വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അത് അവരുടെ അപ്രൂവൽ അല്ലെങ്കിൽ ആ ഒരു കൺസേൺ ഇല്ലാതെ യാതൊരു വിധ പ്രകാരമോ പുറത്തേക്ക് വിടാൻ പാടില്ല. അതുപോലെ തന്നെ ഇപ്പൊ ഒരു ഇന്റർവ്യൂസോ അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫ്സോ കാര്യങ്ങളോ ഒക്കെ എടുക്കണമെങ്കിലും അത് ആ പേഷ്യന്റിന്റെയോ റിലേറ്റീവ്സിന്റെയോ അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിന്റെ ഒക്കെ താല്പര്യത്തിനനുസൃതമായിട്ട് മാത്രമേ ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇതൊക്കെ നമ്മുടെ പബ്ലിക് റിലേഷൻ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. ലാസ്റ്റ് ബോക്സിൽ പറയുന്നത് medical information and information regarding patient. Any medical staff information for public consumption should be cleared by public relation. എന്തൊരു ഇൻഫർമേഷൻ ആയിക്കോട്ടെ, ഒരു പബ്ലിക്കിന് അറിയേണ്ടതായിട്ടുള്ള എന്തൊരു ഇൻഫർമേഷൻ ആണെങ്കിലും അത് എപ്പോഴും പുറത്തേക്ക് വിടുന്നതിന് മുമ്പ് പബ്ലിക് റിലേഷൻ ഓഫീസർ അത് ക്ലിയർ ചെയ്തിരിക്കണം. അത് വ്യക്തമാണോ, ഓക്കെ ആണോ, നമുക്ക് പ്രശ്നമില്ലാത്ത രീതിയിലാണോ പുറത്തേക്ക് റിലീസ് ചെയ്യാൻ പോകുന്നതെന്ന് ഉറപ്പുവരുത്തിയിരിക്കണം. നോ പേഷ്യന്റ് ഇൻഫർമേഷൻ ഷുഡ് ബി റിലീസ്ഡ് വിത്തൗട്ട് എ സൈൻഡ് ഇൻഫോംഡ് കൺസേൺ ഓഫ് ദ സെയിം. അതുപോലെ തന്നെ ഒരു പേഷ്യന്റിനെയും അവരുടെ സമ്മതമില്ലാതെ, അവരുടെ സൈൻ ചെയ്ത കൺസേൺ അല്ലെങ്കിൽ സമ്മതം വാങ്ങാതെ ഒരു പേഷ്യന്റിനെയും ഇൻഫർമേഷൻസ് പുറത്തേക്ക് വിടാൻ അല്ലെങ്കിൽ റിലീസ് ചെയ്യാൻ പാടില്ല. Then all questions about the hospital operation and its patient should be cleared by the chief public relation before being published publicly. നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യം തന്നെ, ഹോസ്പിറ്റൽ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങളോ അന്വേഷണങ്ങളോ ആവാം, പേഷ്യൻസുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങളോ അന്വേഷണങ്ങളോ ആവാം, അങ്ങനെ എന്ത് കാര്യമാണെങ്കിലും പുറത്തേക്ക് അത് നമ്മൾ പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കി അത് ക്ലിയർ ചെയ്ത് ഓക്കെ ആണ് എന്ന് കൺഫേം ചെയ്തിട്ട് മാത്രമേ പുറത്തേക്ക് അത് റിലീസ് ചെയ്യാൻ അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അല്ലാത്ത വിധത്തില് ഒരു ഇൻഫർമേഷൻസും എന്ത് ചെയ്യാൻ പാടില്ല, ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കാനായിട്ട് സാധിക്കരുത്. കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് ചെറിയൊരു കാര്യം കൊണ്ട് പോലും ആ ഹോസ്പിറ്റലിന്റെ പ്രതിച്ഛായ അല്ലെങ്കിൽ ഇമേജസിനെ അത് ബാധിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ അതെല്ലാം വ്യക്തമായിട്ട് അത് കൈകാര്യം ചെയ്യേണ്ടതും കൺട്രോൾ ചെയ്യേണ്ടതും ഈ ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർ ആണ്. അവരായിരിക്കണം ആ ഒരു പബ്ലിക്കുമായിട്ട് നല്ലൊരു ബന്ധം എപ്പോഴും കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഓരോ പ്രവർത്തനങ്ങളും ചെയ്യേണ്ടതും ഒരു പബ്ലിക് റിലേഷൻ ഓഫീസറിന്റെ ഡ്യൂട്ടിയാണ്. വേഗം ഒന്ന് വായിച്ചു നോക്കട്ടെ ആ ഒരു ഭാഗം. ആ 4 ബോക്സ് ഒന്ന് വേഗം വായിച്ചു നോക്കിയിട്ട് റിപ്ലൈ ചെയ്യണേ. വായിച്ചു കഴിഞ്ഞോ? വായിച്ചു, ക്ലിയർ അല്ലേ? നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയി കേട്ടോ. പബ്ലിക് റിലേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ, ഹോസ്പിറ്റൽ പബ്ലിക് റിലേഷൻ എന്ന് പറഞ്ഞ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിരിക്കുന്നു കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഇത് വായിച്ചിട്ട് വരാം. ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.